ഹലോ. അപ്പോഴേ കുഞ്ഞിന് ഇന്ന് പോളിയൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കറിക്കായിട്ട് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. ആവോലിയും പിന്നെ മത്തിയുമായിരുന്നു. നല്ല ഫ്രഷൊക്കെയാണ്. ജീവിതം അത്ര നല്ല സുഖകരമൊന്നും അല്ലെങ്കിലും ഇല്ലേ, ഇടയ്ക്കൊക്കെ മീൻ കൂട്ടി ചോറുണ്ണാൻ പറ്റുന്നതാണ് വലിയൊരു ആശ്വാസം. അങ്ങനെ മത്തിയൊക്കെ വെട്ടാനുള്ള ശ്രമത്തിലാണ് ഞാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ആവോലിയായിട്ട് വലിയ പിടിയൊന്നുമില്ല കേട്ടോ. എല്ലാ മീനുകളും കഴിക്കുമെങ്കിലും ഇന്നും എനിക്ക് പലതിൻ്റെ പേരറിയില്ല. നമുക്ക് സുപരിചിതമായിട്ടുള്ള മത്തി, അയല, കിളിമീൻ അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ഈ പരന്ന മീനിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ഇത് കേൾക്കുമ്പോൾ പലർക്കും നെറ്റിച്ചൊളിച്ചേക്കാം, പക്ഷെ ഞാൻ ഉള്ളതാണ് പറഞ്ഞത്. അങ്ങനെ കെട്ടിയവൻ്റെ നിർദ്ദേശപ്രകാരം ആവോലി വറുക്കാനും ചാള വറുക്കാനുമാണ് തീരുമാനിച്ചത്. എന്നിട്ട് പരിപ്പ് കുതിച്ചതയ്ക്കാം. ഇത് ഇവിടെ തൃശ്ശൂരുകാരുടെ ദേശീയ ഭക്ഷണമാണ് കേട്ടോ. വറുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ കറി വെക്കുന്ന കാര്യത്തിൽ ചെറിയൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കഷ്ണം എടുത്ത് മാറ്റി വെച്ച് കറി വെക്കാൻ കുറച്ച് മീനേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് തന്നെ വലിയ ആർഭാടത്തിനൊന്നും പോയില്ല. മുളക് ചാറിൽ വെക്കാൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാകുമ്പോൾ എളുപ്പം തീരുകയും ചെയ്യും. പിന്നെ വറുക്കാനുള്ള പരിപാടികളെല്ലാം തുടങ്ങി കേട്ടോ. അതവിടെ നിന്ന് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ഞാൻ കറിക്കുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയും പിന്നെ അതുപോലെ തന്നെ 2 പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ കൂടെ ഞാൻ ചാലിച്ച് വെച്ചിട്ടുണ്ട്. അതാകുമ്പോഴേക്കും നമുക്കൊന്ന് ഉലുവയിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടങ്ങോട്ട് ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അല്പം വെള്ളം ഒഴിച്ച് മീനും ഇട്ട് തിളപ്പിച്ച് ഞാൻ എളുപ്പമായി. അപ്പോൾ അതിനിടയ്ക്ക് ഇന്നലെ ഹസ്ബൻഡ് കുറച്ച് ചോക്ലേറ്റ്സ് കുഞ്ഞിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ നമുക്കിതൊരു ബെനിഫിറ്റാണ്. എപ്പോഴും ചോക്ലേറ്റ് ഇല്ല. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഞാനും 1-2 ചോക്ലേറ്റൊക്കെ തിന്ന് അങ്ങനെ മീൻ കറിയൊക്കെ ഇട്ട് ശരിയാക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് വേറെന്തോ പണിക്ക് പോയതുകൊണ്ട് ഇച്ചിരി ഒന്ന് കരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. സാരമില്ല, നമ്മളല്ലേ കഴിക്കുന്നുള്ളൂ. അങ്ങനെ മീൻ വറുത്തതും ഒക്കെ സെറ്റായി. ഞങ്ങളുടെ ഉച്ചയൂണ് ഗംഭീരമാക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചോ? എന്തായിരുന്നു സ്പെഷ്യൽ ഒന്ന് പറയണം കേട്ടോ.